പലരും ഇങ്ങനെ ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇന്ന് കേരളത്തിൽ മംസ് അഥവാ മുണ്ടിനീര് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. മംസ് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. പക്ഷെ അതുമൂലം സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് അഥവാ ഞരമ്പിനെ ബാധിക്കുന്ന കേൾവിക്കുറവ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ കേൾവിക്കുറവിന്റെ കാര്യം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറില്ല. കുട്ടികളിൽ കണ്ടുവരുന്ന അക്വയർഡ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന്റെ ഒരു പ്രധാന കാരണം മുണ്ടിനീര് അഥവാ മംസ് ആണ്. അപ്പോൾ മുണ്ടിനീര് വന്നു മാറിയതിനു ശേഷം എന്തായിരുന്നാലും നിങ്ങൾ നിർബന്ധമായും ഒരു കേൾവി പരിശോധന നടത്തേണ്ടതാണ്. അപ്പൊ മുണ്ടിനീര് വന്നതിന് ശേഷം വരുന്ന കേൾവിക്കുറവ് പ്രധാനമായും യൂണിലാറ്ററൽ ഹിയറിംഗ് ലോസ് ആണ്. അതുപോലെ തന്നെ ഹയർ ഫ്രീക്വൻസീസിലാണ് കേൾവിക്കുറവ് കൂടുതലായിട്ടും കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ നിന്ന് വിളിച്ചാലോ പറഞ്ഞാലോ കേൾക്കുന്ന ഭാഗത്ത് കേൾവിക്കുറവ് ഉണ്ടാവും. അടുത്ത് നിന്ന് സംസാരിക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ചില കുട്ടികളിൽ കേൾക്കാൻ പറ്റുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിലാണ് കൂടുതൽ റിസ്ക് വരുന്നത്. അതായത് കേൾവിക്കുറവ് പാരന്റ്സിനും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറെയൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ദൂരെ നിന്ന് പറയുമ്പോൾ മാത്രമാണ് കേൾക്കാത്തത്. അതിനി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ? അപ്പം മുണ്ടിനീര് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു ENT ഡോക്ടറെ കാണുകയും ഒരു ഓഡിയോളജിസ്റ്റിനെ കണ്ട് കേൾവി പരിശോധന നടത്തുകയും ചെയ്യേണ്ടതാണ്.